ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. എപ്പോഴത്തെയും പോലെ നമ്മളൊരു സ്കൂളില്ലാത്ത ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ ഉള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. കുറച്ച് നേരത്തെ തന്നെ എണീറ്റ് മോർണിംഗ് റൂട്ടീനൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നിസ്കരിക്കുക, ബ്രഷ് ചെയ്യുക, അങ്ങനത്തെ ഓരോന്നൊക്കെ. അപ്പോൾ എന്തായാലും അതെല്ലാതും ചെയ്യുകയാണിപ്പോൾ. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ തുഞ്ചൻ മെമ്മറബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, കാണാത്തവർ പോയി കണ്ടോക്കൂ. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിൽ അതും കഴിച്ചു. ക്രാഫ്റ്റ് റൂമിലോട്ട് വന്നു. ക്രാഫ്റ്റ് റൂമിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. ഇന്നലെ കുറച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ ഒന്നും ഞാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. താഴെ ഒന്ന് അടിച്ചു വരാനുണ്ട്. ഞാനിപ്പോൾ സ്കൂളില്ലാത്ത ദിവസമൊക്കെ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഫുള്ള് ചണ്ടിയായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ റൂമിനെ പറ്റി ഒന്ന് വിശദീകരിച്ച് പറഞ്ഞുതരാം. എനിക്ക് 2 റൂമുണ്ട്, ഒന്ന് താഴെയും ഒന്ന് മുകളിലും. അപ്പോൾ മുകളിൽ റൂമിൽ വെച്ചിട്ടാണ് ഞാൻ ക്രാഫ്റ്റുകളൊക്കെ അധികം ചെയ്യാറുള്ളത്. താഴെ വെച്ചിട്ടും ജേർണലിംഗ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ക്രാഫ്റ്റ് റൂമാണ് മുകളിലത്തത്. പിന്നെ ഞാൻ താഴോട്ട് വന്നു ഒരു ചോക്കോബായിൻ്റെ ഒരു ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. കേക്ക്, ചോക്ലേറ്റ്, അതിൻ്റെ ഒക്കെ ജേർണലിംഗ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നുള്ളത് ചോക്കോബായിൻ്റെ ഒരു ജേർണലിംഗ് ആണ്. ഈ ഒരു ഗ്ലൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഗ്ലൂവിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഗ്ലൂവിന് എനിക്ക് 6 പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സാധാ പോലെ ഗ്ലൂ ഒക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഞാൻ സാധാ ഒട്ടിക്കണ പോലെ തന്നെ ഒട്ടിച്ചും കൊടുത്തു. ഒട്ടിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ നിന്നിരുന്നു. പിന്നെ ഞാൻ ഒന്ന് പറിച്ചിട്ട് ഒന്നും കൂടി എടുത്ത് ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു കുട്ടി ചോക്കോബായിൻ്റെ ഈ ഒരു പീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമില്ലേ കാണാൻ, മിനിയാണ്. അതല്ലാതും ഞാൻ ബോക്സും ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഏതെങ്കിലും ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കവറൊക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ എന്താ അതല്ലാതും ഒട്ടിച്ചു കൊടുത്തു, സെറ്റാക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ അടുത്ത ഏത് ക്യാൻറ്റീനിൽ ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെയാണ് എനിക്ക് പണി കിട്ടിയത്. ജേർണൽ ബുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു വെച്ചത് പോയേക്കും എല്ലാതും പോന്നു. ഈ ഗ്ലൂ എന്നെ ചതിച്ചു. പിന്നെ മറ്റേ കയ്യിൽ ഫോൺ ആയതുകൊണ്ട് ഞാൻ ഒരു കൈ കൊണ്ട് ആക്കിയതിനു. അപ്പം അതും പാർസലായി. എന്തായാലും ആ ഗ്ലൂ വെച്ചിട്ട് ഞാൻ എല്ലാതും ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ആ ഗ്ലൂ തന്നെ എടുത്തിട്ടില്ല. അപ്പം ബാക്കത്തെ ഭംഗി കണ്ട് നിങ്ങൾ ആരും ആ ഗ്ലൂ മേടിക്കാൻ വേണ്ടി നിൽക്കണ്ട, കൊള്ളില്ല. പേപ്പറൊക്കെ വേണമെങ്കിൽ ഒട്ടുമായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് 2 ജേർണലിംഗ് ചെയ്തു. പിന്നെ ഞാൻ കുളിക്കാനും വേണ്ടി പോവാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പം നമുക്ക് കുറച്ച് നേരത്തൊക്കെ കുളിക്കണം. കുളി കഴിഞ്ഞതിന് ശേഷം 2-3 വട്ടം ജേർണൽ ബുക്കൊക്കെ ഒന്ന് തുറക്കുന്ന പണി എനിക്കുണ്ടല്ലോ. സോ അങ്ങനെ തുറന്നപ്പോൾ എനിക്ക് എന്തോ ബ്ലാങ്ക് ആയ മാതിരി തോന്നി. പിന്നെ എനിക്ക് ലാസ്റ്റ് പേജും കൂടി ചെയ്യാനും വേണ്ടി തോന്നിയിട്ടോ. ഈ ഒരു പേജാണ് എനിക്ക് എന്തോ വന്നിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഈ കളർ പെൻസിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ എനിക്ക് ലാസ്റ്റ് പേജ് ചെയ്യാനും ഉണ്ടായിരുന്നു ഒരു പൂതി. അപ്പം എന്തായാലും ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ചെയ്യുമ്പോൾ ഉള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, കാരണം ഇത് ഹർബറി എന്ന് പറഞ്ഞിട്ട് എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. എൻ്റെ എല്ലാ ജേർണൽ ബുക്കിൻ്റെ ലാസ്റ്റ് പേജ് പോലെയല്ല ഞാൻ ഈ ഒരു ജേർണലിംഗ് ചെയ്തിട്ടുള്ളത്. കുറച്ച് വിൻറ്റേജ് ആക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ എഴുതുന്നതിന് മുമ്പാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ലെറ്റർ വെച്ച് കൊടുക്കാൻ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സാധാ ടിഷ്യൂ പേപ്പർ ഞാൻ കോഫി പൗഡറിൽ മുക്കിയിട്ടാണ് കേട്ടോ ആ ഒരു കളർ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും മുകളിൽ കാണുന്ന ആ റെഡ് സംഭവം നമ്മുടെ തീപ്പെട്ടിയാണ്. ഇതിൻ്റെ മുമ്പത്തെ പേജുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ലാസ്റ്റ് പേജ് ചെയ്യാൻ ഭയങ്കര പൂതിയായപ്പം ജസ്റ്റ് ചെയ്തു എന്നുള്ളൂ. പിന്നെ ഞാൻ സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് ആ സത്യം മനസ്സിലാക്കിയത്. നിങ്ങളൊന്ന് കണ്ടോക്കൂ. അല്ലെങ്കിലും ചില നേരത്തെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. ഈ വീഡിയോ എടുത്തിട്ടുള്ളത് തന്നെ ഒരു 6 മണിക്കായ ടൈമിലാണ്. ഇത് പ്രൈസ് ടാഗുമ്പത്തെ ഒരു സംഭവമാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനും വേണ്ടിയിട്ടുള്ളത്. ഇതെനിക്ക് നല്ല മേരിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യും. ഇങ്ങനത്തെ എന്തെങ്കിലും എടുത്തേക്കുന്ന പണി നിങ്ങൾക്ക് ഉണ്ടോ എന്ന് കമൻറ്റ് ആക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്റ്റഡി ടേബിൾ ക്ലീൻ ആക്കാനും വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഞാൻ മെലിച്ച് വാരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇനി ഇത് ഫുൾ അങ്ങോട്ട് ക്ലീൻ ആക്കി എടുക്കണം. ക്ലീൻ ആക്കി എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 7 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എഴുതാനും വേണ്ടിയിരുന്നു. എഴുതി കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു, കിടന്നുറങ്ങി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ ഉച്ചക്കുള്ളതൊന്നും എടുക്കുന്നില്ല പല വീഡിയോസിലും. അപ്പോൾ ഞാൻ ഇനി ഉച്ചയും വൈകുന്നേരമൊക്കെ എടുക്കാനും വേണ്ടി ശ്രമിക്കാം. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്.